അതായത് SNDPയെ ബഹുമാനിക്കുന്നുണ്ട്, NSSനെ ബഹുമാനിക്കുന്നുണ്ട്, ധീവരസഭയെ ബഹുമാനിക്കുന്നുണ്ട്, പുലേർ മഹാസഭയെ ബഹുമാനിക്കുന്നുണ്ട്. അതുപോലെ അസംഖ്യം OBC സംഘടനകളുണ്ട്, പിന്നോക്ക ജനവിഭാഗങ്ങൾ, അതിപിന്നോക്ക ജനവിഭാഗങ്ങളുള്ള സംഘടനകളുണ്ട്. അതെല്ലാം ഉൾക്കൊള്ളുന്നതാണ് കേരള സമൂഹം. ഇവരെയൊന്നും മാറ്റി നിർത്തിയിട്ട് കേരളത്തിൽ സമൂഹം ഉണ്ടാക്കാൻ പറ്റില്ല നമുക്ക്. അപ്പൊ ആ സമൂഹത്തോടൊക്കെ തന്നെ ബഹുമാനത്തോടെ നിന്ന് അവരോടൊക്കെ തന്നെ കാര്യങ്ങൾ ഏറ്റെടുക്കും. പക്ഷേ ഞങ്ങളുടെ നിലപാടുകളിൽ ഉറച്ചു നിൽക്കും. ഇത്തരം കാര്യങ്ങളിലൊക്കെ തന്നെ പാർട്ടിക്ക് പാർട്ടിയുടേതായ നിലപാടുണ്ട്, അത് ഉറച്ചു നിൽക്കും. അല്ല, ഈ പ്രതിപക്ഷ നേതാവിനെ ഞാൻ ഇതിലൊക്കെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഞങ്ങൾക്ക് വലിയ ലക്ഷ്യമുണ്ട്. ഞങ്ങളുടെ ലക്ഷ്യം 2 മാസം അകലെ കാത്തു നിൽക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ്. കേരളത്തിലെ 10 കൊല്ലക്കാലമായി തകർത്തിരിക്കുന്ന ഒരു സർക്കാരിനെ മാറ്റുക, എടുത്ത് ദൂരെ കളയും എന്നുള്ള വലിയ ദൗത്യത്തിൽ ഞങ്ങൾ ആദ്യ സെമി ഫൈനലിൽ ജയിച്ചു നിന്നു. ഇനി ഫൈനലിലേക്ക് പോവാണ്. ഇവിടെ വിഷയങ്ങളെ കൊണ്ട് ഡിസ്ട്രാക്ട് ചെയ്ത് വരും ഈ സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കാൻ 1, 2, 3, 4, 5, 6 എണ്ണിയാലൊടുങ്ങാത്ത കാര്യങ്ങളുണ്ട്. ഇപ്പൊ നിങ്ങൾ എന്താ ചോദിക്കാത്ത ശബരിമലയിലെ സ്വർണ്ണ കേസിന്റെ ഇഷ്യൂ ഇന്നലെ ഇഷ്യൂ ആണല്ലോ. ഏറ്റവും ഗുരുതരമായ പ്രശ്നം ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നതാണല്ലോ. ED ഇന്നലെ റെയ്ഡ് നടത്തിയെന്നുള്ള വാർത്തയുണ്ടല്ലോ. അപ്പൊ ഇത് സ്വാഭാവികമായിട്ടും ജനങ്ങളെ ബാധിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങൾ കേരളത്തിൽ നിലനിൽക്കുമ്പോൾ ആ പ്രശ്നങ്ങളെയെല്ലാം മാറ്റിമറിക്കാൻ ആരെങ്കിലും ഒക്കെ പ്രസ്താവന പറഞ്ഞാൽ അതിന് മറുപടി പറയലല്ല ഞങ്ങളുടെ. ഈ സാമുദായിക സംഘടനകളുമായി പ്രതിപക്ഷ നേതാവ് നടത്തിയ ഫൈറ്റ് ഞാൻ കോൺഗ്രസിന്റെയും UDFന്റെയും സോഷ്യൽ എഞ്ചിനീയറിംഗിനെ ഏതെങ്കിലും തരത്തിൽ ബാധിക്കുന്നുണ്ടോ? കോൺഗ്രസിന്റെയും UDFന്റെയും സോഷ്യൽ എഞ്ചിനീയറിംഗ് കൃത്യമായിട്ടാണ് പോകുന്നത്. ഈ തെരഞ്ഞെടുപ്പിന് സിസ്റ്റം ഉണ്ട്. കേരളത്തിലെ കോൺഗ്രസിൽ ഒരു കോർ കമ്മിറ്റി ഉണ്ട്, അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ടീമുണ്ട്. എല്ലാവരും കൂടി ആലോചിച്ചിരുന്നിട്ടാണ് സ്ട്രാറ്റജികൾ തയ്യാറാക്കി മുന്നോട്ട് പോവുക. ഞങ്ങൾക്ക് വ്യക്തമായ ലക്ഷ്യമുണ്ടെന്ന്. ആ ലക്ഷ്യത്തിലേക്കുള്ള യാത്ര ഞങ്ങൾ വളരെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്, അടുത്തെത്തി നിൽക്കുകയാണ്. ഇതിൽ നിന്നും ഡിസ്ട്രാക്ട് ചെയ്യാൻ ഞങ്ങൾ ഒന്നിനും സമ്മതിക്കില്ല. അതുകൊണ്ട് അത് കൃത്യമായിട്ട് ഞങ്ങൾ പറയാണ്, ഈ സർക്കാരിനെ താഴെ ഇറക്കുക എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ ലക്ഷ്യം. നിങ്ങൾ പറഞ്ഞല്ലോ, നിങ്ങളിപ്പം ഇത് ചോദിച്ചു, ഒരു മന്ത്രി നടത്തിയ പ്രസ്ഥാനം കാസർഗോഡിനെ കുറിച്ച്, കാസർഗോഡ് മുനിസിപ്പാലിറ്റിയെ കുറിച്ചാണ് പറഞ്ഞത്. നിങ്ങളൊക്കെ കാസർഗോഡ് എത്ര കാലമായിട്ട് വർക്ക് ചെയ്യുന്നവരാണ്.